നമസ്കാരം. ലോക സംഗീത വേദികളിലെ ഏറ്റവും വലിയ ബഹുമതിയായ ഗ്രാമി അവാർഡ് വേദിയിൽ ഭാര്യയെ പൂർണ്ണ നഗ്നയാക്കി പ്രത്യക്ഷപ്പെടാൻ നിർബന്ധിച്ച പ്രശസ്ത ഗായകൻ കാന്യ വെസ്റ്റ് ഒടുവിൽ വിവാഹമോചിതനാകുന്നു. നഗ്ന ഷോ ഭാര്യ ബിയാങ്ക സെൻസറിയുമായുള്ള ബന്ധം വഷളാക്കിയ പശ്ചാത്തലത്തിലാണ് ഇരുവരും പിരിയാൻ തീരുമാനിച്ചത്. 2 വർഷം ഒരുമിച്ച് കഴിഞ്ഞതിനു ശേഷമാണ് വിവാഹമോചനത്തിലേക്ക് ദമ്പതികൾ നീങ്ങിയിരിക്കുന്നത്. സംഭവം നടന്ന് 11 ദിവസത്തിനു ശേഷമാണ് ഇരുവരും പിരിയാൻ തീരുമാനിച്ചത്. 2022 ഡിസംബറിലാണ് ഇരുവരും വിവാഹിതരായത്. $5 ബില്യൺ ബിയാങ്കയ്ക്ക് കാന്യെ വെസ്റ്റ് നഷ്ടപരിഹാരമായി നൽകാൻ തീരുമാനിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇക്കാര്യത്തിൽ വാക്കാൽ തീരുമാനമായതായും വിവാഹമോചനത്തിനായി ഉടൻ തന്നെ ഇവർ കോടതിയെ സമീപിക്കുമെന്നുമാണ് സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നത്. ബിയാങ്ക സെൻസറി ഇപ്പോൾ താമസിക്കുന്നത് ലോസ് ആഞ്ചൽസിലെ അവരുടെ കോടികൾ വില വരുന്ന ആഡംബര വസതിയിലാണ്. എന്നാൽ കാന്യെ വെസ്റ്റ് ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കാന്യെ കഴിഞ്ഞ വർഷം ഭൂരിഭാഗം സമയം ചെലവഴിച്ച ജപ്പാനിലെ ടോക്കിയോയിലെ ഒരു ഹോട്ടലിലാണ് ഉള്ളതെന്നും കരുതപ്പെടുന്നുണ്ട്. ഈ മാസം 2-നാണ് ഗ്രാമി അവാർഡ് വേദിയിൽ ബിയാങ്ക നഗ്നയായി പ്രത്യക്ഷപ്പെട്ടത്. ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ ഇത്തരത്തിലൊരു കാര്യം ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരം. സംഭവത്തിന് തൊട്ടടുത്ത ദിവസം കാന്യെ വെസ്റ്റ് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചത് തന്റെ ഭാര്യ ഗ്രാമി അവാർഡ് വേദിയിൽ ചരിത്രം കുറിച്ചു എന്നും ഇത്രയും നല്ല ഭാര്യ ലഭിച്ച താൻ ഭാഗ്യവാനാണ് എന്നുമായിരുന്നു. ലോസ് ആഞ്ചൽസിലെ ക്രിപ്റ്റോകോം അരീനയിൽ നടന്ന 67ാമത് ഗ്രാമി അവാർഡ് പ്രഖ്യാപന ചടങ്ങിനെത്തിയ കാന്യെ വെസ്റ്റും ബിയാങ്ക സെൻസറിയും പരിപാടിക്ക് റെഡ് കാർപ്പറ്റിലേക്ക് എത്തും മുൻപ് വസ്ത്രം ധരിച്ചിരുന്നെങ്കിലും പിന്നീട് ബിയാങ്ക ധരിച്ചിരുന്ന കറുത്ത രോമകുപ്പായം പൂർണ്ണമായി ഉപേക്ഷിക്കുകയായിരുന്നു. വസ്ത്രമാണെന്ന് മനസ്സിലാക്കാത്ത വിധം ശരീരത്തോട് ചേർന്ന ന്യൂഡ് സ്കിൻ ടൈറ്റ് വസ്ത്രത്തിലായിരുന്നു ബിയാങ്ക റെഡ് കാർപ്പറ്റിൽ നടന്നത്. അടിവസ്ത്രം പോലും ധരിക്കാത്ത ബിയാങ്കയുടെ നിൽപ്പ് മാധ്യമങ്ങൾ ഉടനടി പകർത്തി. പലരും ഞെട്ടലോടെയാണ് ഈ കാഴ്ച കണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രങ്ങൾ വേഗത്തിൽ പ്രചരിക്കുകയും ചെയ്തു. നിരവധി പേരാണ് ബിയാങ്കയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ചിലർ സംഗീതം കൊണ്ട് പ്രശസ്തി നേടുമ്പോൾ മറ്റു ചിലർ വിവാദം സൃഷ്ടിച്ച് കുപ്രസിദ്ധി നേടാൻ ശ്രമിക്കുകയാണെന്ന വിമർശനമാണ് ഉയർന്നത്. ഇരുവരെയും ചടങ്ങിൽ നിന്നും പുറത്താക്കിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ദമ്പതികളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ലെന്നും അതിനാലാണ് സെക്യൂരിറ്റി സ്റ്റാഫ് പുറത്താക്കിയതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗ്രാമി അവാർഡിന് തൊട്ടു പിന്നാലെ കാന്യ വെസ്റ്റിനെതിരെയും രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. കാന്യ ഹിറ്റ്ലറിന്റെ ആരാധകനാണെന്നും ചിലർ കുറ്റപ്പെടുത്തിയിരുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.